ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പ് പുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മളെല്ലാം കണ്ടു കാണും സച്ചി ആ ഒരു ആളുടെ ഫോൺ എടുത്തെന്ന് പറഞ്ഞ സച്ചിയൊക്കെ കള്ളനാക്കി ആ ഒരു അപ്പാർട്ട്മെന്റിലെ ആൾക്കാരൊക്കെ അപമാനിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് അയാൾ പോയിരുന്ന സ്ഥലത്തെ ഒരു ചെക്കൻ വരികട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സാർ അവിടെ വെച്ച് ഈ ഫോൺ മറന്നുപോയല്ലോ എന്നും പറഞ്ഞിട്ട് ആ സാറിന് നമ്മുടെ ആ ഒരു മുതലാളിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഫോണാണ്. അപ്പത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അയാളെ നോക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ, വലിയടത്തും ഫോൺ വെച്ച് മറന്നിട്ട് പാവപ്പെട്ടവനെ കള്ളനാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി കുറെ പറയുന്നുണ്ട്. ഇത് പതിവുള്ള കാര്യമാണ്. പണക്കാരൻ്റെ എന്തെങ്കിലും കാണാതെ പോയാൽ അപ്പൊ തന്നെ അവിടുത്തെ പാവപ്പെട്ട ജോലിക്കാരന്റെ മേത്തോട്ട് നെഞ്ചത്തോട്ട് കയറിക്കോളും. ഇത് ഇവിടുത്തെ നമ്മുടെ ലോകത്തിന്റെ ഒരു നിയമം പോലെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി കുറെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അയാളാണെങ്കിൽ ഒരു സോറി പോലും പറയാനുള്ള ഒരു മര്യാദ കാണിക്കാതെ പോയിക്കളയോ കേട്ടോ. ഇപ്പൊ സച്ചിക്ക് ആകപ്പാടെ വിഷമമാകട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ രേവതി അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കുക ഈ ഒരു സച്ചിയുടെ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പൊ അതിനുശേഷം ഇവരൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ രേവതി സച്ചിട്ടാന്ന് പറഞ്ഞ് വിളിച്ച് ഓടി വരികയും നമ്മുടെ സച്ചിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഞാനിവിടെ ഉണ്ടെന്ന് എന്നോട് ആരാ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ മകളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സച്ചിയേട്ടൻ ഇപ്പൊ ഇവിടെ കാറ് കഴുകുവാന്ന്. അതാ ഞാൻ ഓടി വന്നേ. നമുക്ക് ഈ ഒരു പണിയൊന്നും വേണ്ട സച്ചിയേട്ടാ, ഞാൻ പൂക്കടയിൽ നിന്നോളാമേ, നമുക്ക് ജീവിക്കാനുള്ള വരുമാനം അവിടെ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം സച്ചിയേട്ടാ, സച്ചിയേട്ടൻ ഈ പണി ചെയ്യല്ലേ, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കുറെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല രേവതി, ഇപ്പോൾ തൽക്കാലത്തേക്ക് പൈസ വേണ്ട, എന്തോരം തലക്കു ചുറ്റും കടങ്ങളല്ലേ, അതൊക്കെ എങ്ങനെയെങ്കിലും വീട്ടണ്ടേ, ഞാനിത് ചെയ്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ ഇത് വീട്ടിൽ ആരോടും പറയരുത്, അമ്മയെ സ്തുതി അറിഞ്ഞാൽ കളിയാക്കും, പരിഹസിക്കും, അച്ഛൻ അറിഞ്ഞാൽ സങ്കടമാകും, അതുകൊണ്ട് നീ ആരോടും ഇത് പറയരുത്, നിന്റെ ഉള്ളിൽ തന്നെ വെച്ചോളണം എന്നൊക്കെ നമ്മുടെ രേവതി നമ്മുടെ സച്ചി ഇങ്ങനെ മടക്കി വിടുവാട്ടോ. അപ്പോഴാണെങ്കിൽ രേവതിക്കാണെങ്കിൽ അവിടെ നിന്ന് പോകാനും സാധിക്കുന്നില്ല. നമ്മുടെ സച്ചി ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേ ഇരിക്കുക. സച്ചിയും നമ്മുടെ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ നോവിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിന്റെ വർഷനെ ആട്ടോ. അപ്പം നമ്മുടെ വർഷയും ശ്രീകാന്ത് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് ഒരു ഫ്രണ്ടിന്റെ കോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ടിന്റെ മാരേജ് കഴിഞ്ഞിട്ട് 4 മാസം എന്താണ്ടും ആയി. അപ്പോൾ ആ ഫ്രണ്ട് പ്രഗ്നന്റ് ആയി എന്ന് പറയാൻ വേണ്ടിയാട്ടോ നമ്മുടെ വർഷയെ വിളിക്കുന്നത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അയ്യേ നീ എന്ത് പണി കാണിച്ച്, കല്യാണം കഴിഞ്ഞ് ഒരു 3 കൊല്ലമെങ്കിലും കഴിയാതെ പ്രഗ്നന്റ് ആയത് എന്തിനാ, എനിക്കിപ്പോൾ കുട്ടികളൊന്നും വേണ്ടേ വേണ്ട, ഞാനിപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല എന്നൊക്കെ നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ വർഷ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്തിനെ ഇഷ്ടം പെട്ടെന്ന് കൊച്ചുങ്ങൾ വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ വർഷ തൻ്റെ ആ ഒരു ചിന്തയിലല്ലല്ലോ, വേറെ ഒരു ചിന്താഗതിക്കാരിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് പതിവ് പോലെ നമ്മുടെ ശ്രുതിയും കാണിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇപ്പൊ അവിടെ ചെന്നിട്ട് എത്ര കാർ വിറ്റു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി ഇങ്ങനെ കള്ളായിട്ട് ഇങ്ങനെ 15 കാർ വിറ്റു, എംഡി എന്നെ വിളിച്ച് പ്രത്യേകം അഭിനന്ദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മാനേജറോട് ഒന്ന് സാലറി കൂട്ടി തരാൻ പറഞ്ഞൂടെ ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി, ഞാൻ പറയാം പോയി ഇനി ഇവിടെ നിന്ന് പണി വാളും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് നിന്ന് വേഗം തന്നെ ജോലിക്ക് പോകുന്നൊരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ രേവതി പല തീരുമാനങ്ങളും എടുക്കാനും തന്നെ ആയിരിക്കട്ടെ ഇനി സാധ്യത ഇനി വരുന്ന എപ്പിസോഡുകളിൽ. കാരണം സച്ചി ഇങ്ങനെ ജോലി ചെയ്യുന്നത് നമ്മുടെ രേവതിക്ക് കണ്ടു നിൽക്കാനാവാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം മിക്കവാറും നമ്മുടെ രേവതി ഒന്നല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പൂക്കടയിടും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെറിയ റെസ്റ്റോറൻറ്റോ തട്ടുകടയോ ഒക്കെ തുടങ്ങാൻ തന്നെയായിരിക്കും പ്ലാൻ കേട്ടോ. എന്തായാലും നമ്മുടെ വീടിൻ്റെ ആധാരം നമ്മുടെ അച്ഛൻ ചോദിച്ചാൽ എന്തായാലും കൊടുക്കും, ഒരു ബിസിനസ് തുടങ്ങാനാണെന്നും പറഞ്ഞാൽ അല്ലേ. മറ്റു ഭാഷകളിൽ അങ്ങനെ തന്നെയാട്ടോ, അന്യഭാഷ ആ സീരിയൽ പരമ്പരയിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ രേവതി ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട്, അത് ഭയങ്കരമായിട്ട് വിജയിക്കുന്നുണ്ട്. അതിലൂടെയായിട്ട് നമ്മുടെ സച്ചിയും രേവതിയും പിന്നീട് ജീവിക്കുന്നതൊക്കെ പോലും. അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ ഇതിലും ആവട്ടെ. അപ്പം നമ്മുടെ സച്ചിയും രേവതിയും മാറാൻ പോവുകയാണ്, വേറെ ലെവലിലേക്ക് മാറാൻ പോവുകയാണ് നമ്മുടെ സച്ചിയും രേവതിയുടെ. അപ്പം എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.